വളരെ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെടുന്ന വിധത്തിൽ സംഘടനാപരമായ ഒരു വലിയ തിരിച്ചടി ആർ എസ് പിക്ക് നേരിടേണ്ടി വരുന്നില്ലേ കൊല്ലത്ത്? അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് ആർ എസ് പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള സത്യമാണ്. ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളെ സംബന്ധിച്ചും സംഘടനാപരമായ വിഷയങ്ങളെ സംബന്ധിച്ചും തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കും. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അരുവിക്കര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ചും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അടക്കം വളരെ ഐക്യത്തോടും സൗഹൃദത്തോടും കൂടിയാണ്, കൂട്ടായ്മയോടുകൂടിയാണ് ആ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അഭിമുഖീകരിച്ചത്. അത്തരത്തിലുള്ള ഐക്യം അല്പം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനകത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതൊന്നും പരാജയത്തിൻ്റെ ആഘാതത്തിൻ്റെ അളവ് കുറയ്ക്കുന്നില്ല. രാഷ്ട്രീയമായ പരാജയമായി തന്നെ ഞാൻ വിലയിരുത്തുകയാണ്. ഒന്ന്, സംഘടനാപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ, രാഷ്ട്രീയമായ കാരണങ്ങളെ സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കി വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആത്യന്തികമായ അഭിപ്രായം പറയാൻ കഴിയൂ. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് BJP ഉയർത്തുന്ന അല്ലെങ്കിൽ BJPയും SNDPയും തമ്മിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ ധാരണ അല്ലെങ്കിൽ BJPയുടെ കേരളത്തിലെ മുന്നേറ്റം LDF വോട്ട് ബാങ്കിനെ മാത്രമാണ് ബാധിക്കുക എന്ന ഒരു തെറ്റായ ധാരണ UDFിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP SNDP കൂട്ടുകെട്ടിനെ വളരെ സോഫ്റ്റ് ലൈനോടുകൂടിയാണ്, വളരെ മാർദ്ദവമായിട്ടുള്ള ഒരു നിലപാടിലൂടെയാണ് പലപ്പോഴും UDFിൻ്റെ നേതൃത്വം വീക്ഷിച്ചത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകുന്നതിന് കാരണമായി എന്ന് വേണം പല സ്ഥലങ്ങളിലെയും. ശരിയാണ്. ശ്രീ പ്രേമചന്ദ്രൻ, രാഷ്ട്രീയമായ വിശകലനത്തിൽ കൈകാര്യം ചെയ്ത രാഷ്ട്രീയത്തിന്റെ ഒരു മാർദ്ദവം യഥാർത്ഥത്തിൽ പ്രതിരോധിക്കുന്നതിൽ തടസ്സം വന്നു, അത് മനസ്സിലാവും. പക്ഷേ UDF എന്ന സംവിധാനത്തിനകത്ത് ഉണ്ടായ പോരായ്മകൾ നിങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം ഉൾക്കൊള്ളുന്നതിൽ, തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വന്നിട്ടുള്ള ഒരു അകൽച്ച, അത് ഈ തോൽവിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടോ? ചവറയിലെ അടക്കം തോൽവിയാണ് RSP ഇനി വിശദീകരിക്കേണ്ടി വരിക. സ്വാഭാവികമായും ചവറയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ ചവറയിൽ ഉണ്ടായിട്ടുള്ള പരാജയം വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ഐക്യം എത്രമാത്രം, എനിക്ക് തോന്നുന്നില്ല RSPയെ ഉൾക്കൊള്ളുന്നതിലുള്ള അവമതിപ്പോ താല്പര്യക്കുറവോ അല്ല. മൊത്തത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തിൽ, പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ നിങ്ങൾക്കെല്ലാം അറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പത്രസമ്മേളനത്തിന് മുന്നിൽ വെച്ച് തന്നെ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് മൊത്തത്തിൽ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായും RSPയെയും ബാധിച്ചിട്ടുണ്ട്. കാരണം ഐക്യമുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടക പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രധാന പാർട്ടികളിൽ ഉണ്ടാകുന്ന അനൈക്യം മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളെയും ബാധിക്കും. അല്ലാതെ ബോധപൂർവമായി RSPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ RSPയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് ഇപ്പോൾ തോന്നുന്നില്ല. റൈറ്റ് ശ്രീ പ്രേമേന്ദ്രൻ, താങ്കളിലേക്ക് മടങ്ങി വരാം.